വീണ് കഴിഞ്ഞ് ഭയങ്കര വേദനയായിരുന്നു. അന്നൊക്കെ ആശുപത്രിക്ക് കൊണ്ടുപോയി. അങ്ങനെ ചുരുക്കി പറയാം 20 വർഷമായി. അപ്പം ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ കയറി 20 വർഷത്തോളമായി. ഇപ്പം ഞാൻ ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ കയറിയപ്പം ബ്രദർ പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇപ്പം മോൻ എൻ്റെ അടുത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ മോൻ വരുന്നത് നോക്കിയിരുന്നു. ഒരു ദിവസം മോൻ വീട്ടിൽ വന്ന് അന്നേരം ഭയങ്കര നടുവിന് വേദനയ്ക്ക് തൃശ്ശൂർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു അസ്ഥി രണ്ടും അകന്ന് അതിൻ്റെ ഇടയ്ക്ക് ദശ കയറിയേക്കുന്നതാണ്. ഈ മരുന്നുകൾ കഴിച്ചിട്ട് കുറഞ്ഞില്ലേ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. മോൻ അന്ന് വന്നു കമന്ന് കിടന്നു. എന്നിട്ട് എൻ്റെ കയ്യിലൊരു ടൈഫർ ബാൻ തന്നിട്ട് പറഞ്ഞു ഇത് തേച്ച് തിരുമ്മാൻ പറഞ്ഞു. ഞാൻ ആ ടൈഫർ ബാൻ മാറ്റി വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ മകൻ കമന്ന് കിടന്നു. നടുവിന് കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം മോൻ തിരിഞ്ഞു കിടന്നു. പിന്നെ വേദനയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. വേദന കുറഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചുമില്ല. 2-3 ദിവസം മോൻ കടന്നുപോയി. എന്നിട്ടും പിന്നെ ഞാൻ വേദന കുറഞ്ഞോ എന്ന് ചോദിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഇപ്പം നടുവിന് വേദന ഉണ്ടോ മോനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മേ അത് എതിലേ പോയെന്ന് കണ്ടില്ലെന്ന് പറഞ്ഞു. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. പറയാൻ വേണ്ടി വന്നതാ. 20 വർഷം മുമ്പ് 20 വർഷമായല്ലേ മോൻ ടൈലയിൽ തെന്നി വീണതാണ്. നടുവിലുണ്ടായ ഒരു വേദനയായിരുന്നു. 20 വർഷം ആ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ച ഡോക്ടർ പറഞ്ഞു അതിൻ്റെ കൂടെ എന്ത് വളർന്നു? മാംസം അല്ലേ? അസ്ഥിയ വന്നിട്ട് അതിനിടയ്ക്കൂടെ മാംസം കയറിയിരിക്കുക, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറയുവാണ് അതിൻ്റെ അകത്ത് അസ്ഥി ജാമായിട്ട് പൊട്ടലുണ്ടായിരുന്നു. അസ്ഥി അകന്നു പോയിട്ട് അതിനിടയ്ക്ക് ദശ അസ്ഥി അകന്നു പോയിട്ട് ആ വീഴ്ച നിമിത്തം അകന്നു പോയിട്ട് ദശ അതിൻ്റെ അകത്ത് ജാമായി സർജറി ചെയ്യാൻ ഇല്ലെന്ന് പറഞ്ഞു. ാണ് നമ്മുടെ സൂമിൽ രോഗസൗഖ്യ പ്രാർത്ഥനയെ പറ്റി കേൾക്കുന്നത്. സഹോദരി എന്ത് ചെയ്ത് മോം വേദന കൊണ്ട് മോൻ പറഞ്ഞു മാമ ഈ ടൈഗർ ബാം അല്ലേ എടുത്തൊന്ന് തൂക്കാൻ പറഞ്ഞു. സൗദി എടുത്ത് മാറ്റി വെച്ചിട്ട് സർജറി വേണമെന്ന് പറഞ്ഞ ആളാണ്. അവിടെ വെച്ച് കൈ വെച്ചിട്ട് പറഞ്ഞു യേശുവിൻ്റെ അടിപ്പിണരുകളാൽ. ഇതാണ് ദൈവരാജ്യത്തിൽ നിന്ന് പ്രാപിക്കുക. കൈവച്ച് പ്രിയ മകൻ്റെ മേൽ കൈവച്ച് പറഞ്ഞു. ടൈഗർ ബാൻ തൂത്തില്ല, പറഞ്ഞു അല്ലേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അടിപ്പിണരാൽ സൗഖ്യത്തെപ്പറ്റി പറഞ്ഞു, കൽപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെ ചോദിച്ചില്ല. 2-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു ആ വേദന എതിലേ പോയെന്ന് അറിഞ്ഞില്ല. 20 വർഷത്തെ വേദന. പൊൻകുന്നത്ത് നിന്നാ വരുന്നത് കേട്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി. ഒരു ഹാലല്ലേ പറഞ്ഞാട്ടെ. അപ്പൊ യേശുവിൻ സർജറി അതേപോലെ അത്രയും കോംപ്ലിക്കേഷനായി. അപ്പോൾ ഡോക്ടർ ഒരു കാര്യം സർജറി വേണമെന്ന് പറഞ്ഞത് പിള്ളേർ കളിയാണോ? അല്ല, ചെറിയ കാര്യമല്ല. പക്ഷെ സഹോദരങ്ങൾ എന്ത് ചെയ്തു? ആ വിഷയം സീരിയസ് ആണ്. പക്ഷെ എങ്കിലും യേശു ചെയ്യുമെന്ന് വിശ്വസിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.